നാട്ടിൽ സംഭവിച്ചൊരു അത്ഭുതമാണ്. ഏതാ കണ്ടല്ലോ പൂഴി മണൽ മുകളിലോട്ട് പൊങ്ങുന്നത്. ഇത് പൂഴി ചുഴലി എന്നാണ് പറയുന്നത്. ഇതാ കണ്ടോ, പൂഴി മണൽ ഇതേ നേരെ ആകാശത്തോട്ട് പൊങ്ങി കുറേ നിമിഷങ്ങളോളം ഇതിങ്ങനെ തന്നെ നിന്ന് കേട്ടോ. ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് മാഞ്ഞു പോയി. അതങ്ങനെ അവിടെ ചുഴലിക്കാറ്റടിച്ച് മുകളിലോട്ട് പൂഴി മണൽ പൊങ്ങിയതാണ്. അങ്ങനെ ആൾക്കാരെല്ലാം ഒന്ന് ഇതായി നിന്നു കേട്ടോ. പൂഴിക്കാറ്റ് വരും, അതാണോ എന്നല്ല, ഇത് ചുഴലിയാണ്. ചുഴലി വന്ന് മുകളിലോട്ട് പോയത് ആ ഒരു രംഗമാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതാണ്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല. ഞാനൊന്ന് ഒരു ചില ആവശ്യങ്ങളായിട്ട് തിരുവനന്തപുരത്തൊന്ന് പോയി. ആ സമയത്ത് ഞങ്ങൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലൊക്കെ ഒന്ന് കയറി. ചെറിയ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിൽ ഞാനും എൻ്റെ മോളും കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി. പിന്നെ പോത്തീസിലൊന്ന് ആദ്യം കയറി കേട്ടോ. പോത്തീസിൽ പോയപ്പോൾ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ രാമേന്ദ്രയിലോട്ട് പോയി. രാമേന്ദ്രയിൽ ചെന്ന് ഞാൻ 1-2 നൈറ്റിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിപ്പോന്നു. അങ്ങനെ പോയതുകൊണ്ട്, സിറ്റിക്കകത്ത് പോയതുകൊണ്ട് ഒന്ന് കയറി അത്യാവശ്യം കുറച്ച് കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സ്ഥലം വിട്ടു. നമ്മൾ പോയ കാര്യങ്ങൾ ഒന്നും നടന്നില്ല എന്നല്ല, നടക്കാൻ ഇനി കുറച്ച് ദിവസം എടുക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ഫോർമാലിറ്റി ആയിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലൊക്കെ കയറി ഒന്ന് കറങ്ങിയതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ചോറുമില്ല, കറിയുമില്ല, കഞ്ഞിയില്ല, അടുക്കളയില്ല, അടുപ്പില്ല, ഒന്നുമില്ല. ദേവി രാമചന്ദ്രയിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ നടക്കുന്ന രാമചന്ദ്രയിലാണ്. ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്, ഇഷ്ടംപോലെ സെലക്ഷനും ഉണ്ട് കേട്ടോ. നൈറ്റിക്കൊക്കെ നല്ല വില കുറവാണ്. ഇപ്പോൾ രാമചന്ദ്രയിൽ ഒരെണ്ണം എടുത്താൽ 1 ഫ്രീ, ഒരെണ്ണം 340 രൂപയ്ക്ക് എടുത്താൽ ഒരെണ്ണം ഫ്രീ, അങ്ങനെ 2 എണ്ണം എടുത്താൽ 340 രൂപയേ ഉള്ളൂ. പക്ഷേ ഞാനത് വാങ്ങിച്ചു. നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ്. പറ്റിപ്പോയി എന്ന് വിചാരിക്കുന്നു. ഇപ്പം 2 എണ്ണം കൂടി വാങ്ങിയിട്ട് വരേണ്ടതായിരുന്നു. നമ്മളിങ്ങനെ പോണ സമയമാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മളൊന്ന് കയറി അങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇപ്പം തിരക്കില്ല. ഇനിയിപ്പോൾ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരക്ക് കൂടും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവരവിടെ ചെയ്ത് വച്ചിട്ടുണ്ട്. കലവും ചട്ടിയും പൊങ്കാല സാരികളുമായിട്ടൊക്കെ അവർ നിരത്തി വെച്ച് അനൗൺസ്മെൻറ്റൊക്കെ ചെയ്യണുണ്ട്. അത് തിരക്കുടനെ ഉണ്ടാവും. അടുത്ത മാസമാണല്ലോ പൊങ്കാല, മാർച്ച് 3-ന്. അപ്പം തിരക്കുണ്ടാവും. അതിന് ഞങ്ങളിതാ ഇന്ന് തിരുവനന്തപുരത്ത് പോയതുകൊണ്ട് കേട്ടോ. ഞങ്ങൾക്കൊരു കുറച്ച് 1-2 ഞങ്ങളെ പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടി പോയതാണ്. അപ്പം അതിന് 1-2 കടമ്പകൾ കൂടെ കടക്കാനുണ്ട്. കടമ്പകൾ കൂടി കടന്നാലേ നമുക്കത് സാധിച്ചു കിട്ടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് കാണുന്നതാണേ. അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലായിടവും കയറി ഇറങ്ങി കണ്ടും കൊണ്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. നിങ്ങളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.